സ്കൂളില്ലാത്ത ദിവസങ്ങളിൻ്റെ പണിയൊന്നും വേഗത്തിൽ ഒരുങ്ങുകയില്ല കേട്ടോ. അതിന് കാരണമുണ്ട് രാവിലെ കുറച്ച് വൈകിട്ടാണ് എണീറ്റത്. പിന്നെ എനിക്ക് ജോലികളൊക്കെ ഞാൻ സാവധാനത്തിലാണ് കേട്ടോ ചെയ്യുക, സ്പീഡിലേക്ക് ചെയ്യാൻ വയ്ക്കില്ല. അപ്പം ഞാൻ രാവിലെ ചായയും കടിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചോറിന് അരിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെന്ത് കിട്ടിയിട്ടോ. പിന്നെ ചായ കുടിക്കില്ല കഴിഞ്ഞിട്ട് നേരെ ഉച്ചയ്ക്കുള്ള കറികൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അവിയലാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പം ഞാൻ കഷ്ണം അരിയാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് കുട്ടികൾ ടി വി ഇട്ടിട്ട് തറവാട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പാട്ട് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹാളിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഷ്ണം അരിയണത്. അപ്പോൾ അങ്ങനെ കഷ്ണം അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ടി വി ഒക്കെ ഓഫാക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ കോളിഫ്ലവർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സോയാബീൻ, കോളിഫ്ലവർ, പനീർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കോളിഫ്ലവറും കൊണ്ട് ഒരു മസാലക്കറിയും പിന്നെ അവിയലും രസവും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അവിയൽ അടുപ്പത്ത് വെച്ചപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. രാവിലെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊന്നും കഴുകാതെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോഴേക്ക് ഇതാ ഏട്ടൻ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ ആരായി. അപ്പോൾ അങ്ങനെ പൊറോട്ട കൊടുത്തതിന് ഞാൻ കുറേ ഏട്ടൻ ചീത്തയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ കൂട്ടിയിട്ട് കുട്ടികൾ കഴിക്കും, അതൊന്നും വേസ്റ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികൾ കോളിഫ്ലവർ കറിയായപ്പോൾ അത് എടുത്തിട്ട് കൊണ്ടുപോയി കഴിക്കുകയുണ്ട്. അപ്പം ഞാൻ അടുക്കളയൊക്കെ അടിച്ചു വരും, പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും കൂടി ചെയ്തപ്പോൾ പണി ഒരുങ്ങി. പിന്നെ ഏട്ടൻ വന്നിട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും കൂടി ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത്രയും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.